അപ്പോൾ ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് പൊരിച്ചെടുക്കേണ്ട. വെളിച്ചെണ്ണയൊന്നുമില്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല റെഡിയാക്കാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചെറുതായിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മസാലക്കനുസരിച്ച് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി, 1 നുള്ള് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അത് നമ്മളെടുക്കണ മസാലക്കനുസരിച്ച് പൊടികളിട്ടാൽ മതി. മല്ലിപ്പൊടി ഒന്നും അധികമാവരുത്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് വേവിച്ച് നന്നായിട്ട് ഒടിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേവിച്ചിട്ട് മിക്സിയിലിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുത്ത ബീഫിൻ്റെ പീസും ഇട്ട് കൊടുക്കുക. ഉപ്പോ ഗരം മസാലപ്പൊടിയോ കുറവുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വച്ചേക്കാണ്. ചൂടാറി കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഷേപ്പിനൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ റസ്കിൻ്റെ പൊടിയാണ് എടുത്തേക്കണത്. ബ്രെഡ് ക്രംസ് എടുത്താലും മതി. അപ്പോൾ ഞാൻ ചെറിയൊരു ഷേപ്പാണ് കൊടുക്കണുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ റസ്കിൻ്റെ പൊടിയിലൊന്ന് കോട്ട് ചെയ്തേക്കാം. അപ്പോൾ എല്ലാം റസ്കിൻ്റെ പൊടിയിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ചിലതിലൊക്കെ പൊടി തികയാതെ വന്നിട്ടുണ്ട്. ചിലതൊക്കെ നന്നായിട്ട് പൊടിയിൽ മുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കേക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കുകയാണ്. ഈ കേക്കിൻ്റെ പാനില്ലെങ്കിലും എയർ ഫ്രൈയുടെ പാനിലേക്ക് നേരിട്ട് വെച്ചാലും മതി. അപ്പോൾ ഇതിലാവുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ കുറച്ചും കൂടി ഒരു മുരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാ കട്ട്ലേറ്റും അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലും വെളിച്ചെണ്ണ, ഓയിലോ ബ്രഷ് കൊണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ എയർ ഫ്രൈയുടെ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ലാഭമാണ് കേട്ടോ. ഒട്ടും വെളിച്ചെണ്ണ വേണ്ട. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ 200 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ഇടുന്നത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കട്ട്ലേറ്റൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് വേവിക്കുന്ന അടിഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ബ്രെഡിൻ്റെയൊക്കെ റസ്കിൻ്റെയൊക്കെ പൊടി കുറവാരണം ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. അടിഭാഗം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടി മറിച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഒന്ന് മറിച്ചിടാണ്. അപ്പോൾ വീണ്ടും ഞാനൊരു 3-4 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അല്ല 5 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അത് ആവശ്യം ഉണ്ടായില്ല. അപ്പോൾ ഒന്നും കൂടി നല്ലോണം അങ്ങോട്ട് മുരിഞ്ഞു പോയി. ഇറച്ചിയൊക്കെ നല്ലോണം അങ്ങോട്ട് മുരിഞ്ഞ പോലെ ആയിട്ട്. അപ്പോൾ ആദ്യം ആ 200 ഡിഗ്രിയിൽ 15 മിനിറ്റ് വെച്ചാൽ മതി. പിന്നെ രണ്ടാമത് വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഇല്ലാതെ അടിപൊളിയായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നോമ്പൊക്കെ തീരാറായി. എന്നാലും ഇതേപോലെ എയർ ഫ്രൈ വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ കട്ട്ലേറ്റ് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ സമൂസയും കട്ട്ലേറ്റും എല്ലാം ഞാൻ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്കൊന്നും ഇഷ്ടമാവില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ എല്ലാ കട്ട്ലൈറ്റും എയർ ഫ്രയറിൽ വെച്ചിട്ട് വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാതെ നല്ല ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.